ഞാൻ കഴിഞ്ഞാണ് നമ്മൾക്ക് ഇവര് വന്നാൽ കിടന്നിട്ടുണ്ടാവും. അത് കാരണം നമ്മക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ ആരും ആ സിറ്റേറ്റിന്റെ ഭാഗത്ത് കേറില്ല. ഞങ്ങൾ ആരും നേരെ കുടിച്ചോ. അല്ല അന്തസ്ത് അങ്ങനെ കുടിക്കണമെന്നില്ല. നേരെ കുടിച്ചോ, വണ്ടി കണ്ടോട്ടെ. ഇപ്പൊ നമ്മൾ എവിടെ പോണത്? ഇവിടൊക്കെ ഭയങ്കര തലേ. ആ പട്ടികളും ഏത് പട്ടികൾ ഇങ്ങോട്ട് വരില്ല, ഈ പട്ടികൾ അങ്ങോട്ട് പോകൂല. ആ വളവ് ചെരിഞ്ഞിട്ടല്ലേ പിരിക്കണ ഫോണ്? ചെരിഞ്ഞിട്ടാ അല്ലേ? അതേമാതിരി അപ്പുറത്തെ റോഡില്ലേ, അത് കഴിഞ്ഞിട്ട് പോകില്ല. ഇവിടെ ഈ 5-8 വീടുകളുടെ ഇടയിൽ മാത്രം പട്ടികൾ നിർത്തുള്ളൂ. വേറെ ഏതെങ്കിലും പട്ടികളോ ഈ വീടിന്റെ മേലൊക്കെ കയറി കിടക്കും. അതാ നിൽക്കുന്ന കണ്ടൊക്കെപ്പാടെ അത് ജസ്റ്റ് സെന്ററിൽ സ്ക്രീനിലൊന്ന് നിൽക്കിയാൽ മതി. ബ്ലറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പൊ ഇതുകളുടെ കൂടെ അങ്ങനെ കളിച്ച് നടക്കും. അതിന്റെ സൗണ്ട്, ആ സൗണ്ട് ഇതിൽ കോപ്പിറൈറ്റ് വരുമല്ലോ. അത് സൗണ്ടാക്ക്. ഞാനത് ശ്രദ്ധിച്ചില്ലട്ടോ. ഒന്നല്ലെങ്കിൽ ഒന്ന് അത് മാറ്റി ഇതാക്ക്. അതിന്റെ സൗണ്ടേ അത് കട്ടാക്കിട്ട് രണ്ടാമത് എടുക്ക്. കോപ്പി ഇതൊക്കെ ഈ വഴിയൊക്കെ നന്നായിട്ടുണ്ടല്ലേ സെബിയ? സ്ട്രീറ്റ് ആകുമ്പോഴേ എല്ലാരും ഉറങ്ങി നിശബ്ദം ഇരിക്കുമ്പോഴേ പലരും മഴ പെയ്യണ്ടിയല്ലേ സെബിയ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? മറ്റേ സൗണ്ട് കേട്ടില്ല. സ്റ്റീലിന്റെ പാത്രങ്ങൾ വെച്ചോണ്ട് അതാണെന്ന് വിചാരിക്കും. എന്താണ് നാളെ റഫിമാമാന്റെ വീട്ടില് അവിടെ കുട്ടി ജാതന്റെ അതെ കണ്ടില്ല? അപ്പൊ നല്ല കുഴി ഇങ്ങനെ കയറിയാൽ മതിയായിരുന്നു. അതിന് വെറുതെ വലുതാക്കി ചേർത്താക്കണ്ട. ഒറ്റ തീർത്തിന് നോക്കട്ടെ, ആൾക്കാർക്ക് വെറുക്കും. അങ്ങനെ അങ്ങനെ പിന്നെ അടുത്ത് അടിക്കൂലേ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട്? അപ്പൊ എന്തെങ്കിലും ചെയ്യാം. ഞാൻ സുബീർക്കാക്കെ വിചാരിച്ചു. നബിദിനായോ ഇനി? സെബി നബിദിനായോ? നബിദിനായിട്ടില്ല, മുഹറം അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അത് ശരി. മുഹറം സഫർ, അതെ മുഹറം സഫർ റബീഉൽ അവ്വൽ ആയല്ലോ. അപ്പൊ പാട്ടില്ലേ? എന്നിട്ട് തന്നെ കുട്ടികളെ തെറ്റിച്ചിട്ടാണ് ഈ 2 മാസം മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ നല്ല രസമല്ലേ ചെവി നമ്മളേ അവിടെ ആവുമ്പള്? വളഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് സ്ക്രീൻ കാണുമ്പോ. എനിക്ക് സ്ട്രേറ്റ് ആണ്. അതെ, വണ്ടിന്റെ ഗ്ലാസ് നിൽക്കുന്നതിനനുസരിച്ച് ഇതിനാ ഇതേ സൗണ്ടിന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിട്ടാണ്. എഡിറ്റിങ്ങിന് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടേ ആളട്ടോ. ഇതിന്റെ മറ്റേ മഞ്ഞ അതൊക്കെ ഒന്നും കുഴപ്പമില്ല. അത് കാണുന്നെങ്കിൽ മഞ്ഞ ക്ലോത്ത് കാണേ. മഞ്ഞ ക്ലോത്ത് ഒഴിവാക്കുന്നല്ലേ അത് ഇതില്? അയ്യോ, ഈ ജെസി പിടിച്ച മാതിരി പിടിക്കണത് അല്ലേ? അല്ല അല്ലല്ലേ? മുഖ്യമന്ത്രി അല്ലേ? നാളെ ഒഴിവാണ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. മുഖ്യമന്ത്രി അല്ലേ? നമ്മളെവിടെ എത്തി? ഇന്ത്യൻ റെയിൽവേയിൽ എത്തിയില്ല. നമ്മള് ഇങ്ങോട്ടല്ലേ? നമ്മൾ ആദ്യം അളയങ്ങര കടക്കി പോകാൻ നിർത്തില്ലേ റോഡ്? അങ്ങനെ എടുത്ത് അതന്നെ അങ്ങനെ തന്നെ എടുക്കുള്ളൂ. അവിടെയല്ലേ പമ്പുള്ളൂ. ഇങ്ങനത്തെ അങ്ങനെ ഫ്രണ്ട് തന്നെ അങ്ങനത്തെ കിട്ടാ പോലോ കണ്ടാ? അതന്നെ ഈ കിട്ടല് കിട്ടണം. എങ്ങോട്ട് ഉറുപ്പുണ്ടെങ്കില്? അത് ശരി. 7 ഉറുപ്പ്യ ബസ്സിന് ഞങ്ങൾക്ക്.
കട നല്ല ഫ്ലക്സ് വെച്ചോ? ഇതാ അച്യുതാനന്ദൻ ഫ്ലക്സ് അപ്പോഴേക്കും അതന്നെ റഫീമാമിനോട് വെക്കണത്. അതന്നെ പിന്നെ റഫീന്റെ അനിയനില്ലടാ, ഭയങ്കരാണ്. പറഞ്ഞതിൽ കിട്ടുട്ടോ സെബിയ, ഡിക്കില് വെച്ചാ നിങ്ങള് പറഞ്ഞതിൽ കിട്ടോ? അതാ അത് കഴിച്ചോ? മൊണാർക്ക് അത് വെച്ചോ? ഫോൺ ഉണ്ട്, അതിൽ 500 രൂപ. ഞാൻ ഇപ്പൊ ഇവിടെ കറക്റ്റ് ഫോക്കസിലാണ്. പറ്റില്ല. എന്നാ പിന്നെ എണ്ണ അടിക്കാൻ അതിന്റെ അടുത്ത് പൈസ ഉണ്ടടാ? ഇല്ല, നമുക്ക് അവിടുന്ന് ചെയ്യാ നിർത്തന്നെ. എന്നിട്ട് ഡിക്കി തുറന്നിട്ട് ഇനി കുറച്ച് നിർത്തിക്കുന്നാലേ അവിടുന്ന് നിൽക്കാം. പിന്നെ ഒന്നും കാണില്ലല്ലോ. ഇത് ഏതാ സ്ഥലം? താരേക്കാട്. സുഡിയൊക്കെ നേരെ വലുതാക്കി ഇതിന് നല്ല ഡ്രസ്സുകൾ ഉണ്ടല്ലോ കുട്ടി. അതിനനുസരിച്ച് വിലയുണ്ട്. ഇങ്ങോട്ട് പൈസ ഉണ്ടോ? ശരിക്കും ഇപ്പൊ നമ്മള് മലമ്പുഴ പോണല്ലേ? സെബിയ, 1000 രൂപ കണ്ണടിച്ചാലോ? എന്തിന് ഈ അർദ്ധരാത്രി? പക്ഷെ അവിടെ എന്തെങ്കിലും കണ്ടാലല്ലേ അല്ലെ വരമ്പുലിനൊക്കെ. വരയമ്പുലിനെ കണ്ട അവിടുത്തെ ലൈറ്റ് കാണാൻ നല്ല രസമാണ്. ഇരുന്നാ മതി. പക്ഷെ ആനനെ കണ്ട ഭയങ്കരമാണ്. ആന ഈ നേരെ ഇറങ്ങും. 11 മണിയൊക്കെ അലാറം വെച്ച് വരില്ലേ? അങ്ങനല്ല, ഈ നേരമല്ല, ഇതിന് മുമ്പേ ഇറങ്ങും. ഇതൊന്നും കാണിച്ചെടുത്ത ആൾക്കാർക്ക് കുഴിമന്തിന്റെ കാണണ്ട. കാരണം നല്ല കുഴിമന്തിയാണ് അവിടെ ഉള്ളത്. പിന്നെ നല്ല മനുഷ്യ പറ്റുള്ള ആൾക്കാരും റോഡ് കാണിച്ച അവിടെ മന്തി മാത്രമേ ഉള്ളൂ? അല്ല, കുബൂസ് ഉണ്ട് വേണ്ട. ഇതന്നെ നന്നായിരുന്നു. ഞങ്ങൾ അന്ന് പോകുമ്പോ അവിടെ വേറെ ആൾക്കാര് റൈസ് ഇല്ലാണ്ട് എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാർ അവിടെ നിന്ന് റൈസാ മേടിക്കണം. ഇതൊക്കെ എന്താ ഹൈലൈറ്റ്സാ? ലൈറ്റ് ഇടഞ്ഞിട്ടാണ് എല്ലാം കിട്ടിയില്ലേ? ഞാൻ ഒന്നും ചെയ്യില്ല. അതില്ലേ സൗണ്ടൊക്കെ തന്നെ കൊടുക്കുള്ളൂ. നമ്മൾ ഈ വർത്തനം മതി. നമ്മളെ പോലത്തെ വേറെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ പെട്ടിക്കടകളുണ്ടല്ലേ സൈഡിലുള്ളത്. എവിടെ ഉള്ളത്? അങ്ങനെ അവിടെ ഒക്കെ ഉണ്ടാവുള്ളൂ. ചെപ്പിത്തൊണ്ടിയോ? എന്താ ചെയ്യാൻ ഇപ്പൊ ഇമ്മാക്ക് ചെപ്പിത്തോണ്ടിയും വേണോ? അവിടെ നിന്ന് വല്ലതും വരണ്ട. പമ്പെടുത്ത സൂപ്പർ ആയിട്ടുണ്ടാ. ആന ഉറങ്ങുകയാണെങ്കിൽ എടുത്താൻ പറ്റുമോ? അയ്യോ, ഈ നേരത്തൊന്നും ഉറങ്ങില്ല. അതാ ഇപ്പുറത്ത് ഫ്രണ്ടിൽ നിന്നല്ല, ഇങ്ങനെ എടുത്തിട്ടോ. അവിടുന്ന് ഓസ് അടിച്ചിട്ട് മുമ്പ് ഇങ്ങനെ എടുത്താണെങ്കിൽ അങ്ങനെ എടുക്കുന്ന പറഞ്ഞത്. നോക്കുമ്പോ അത് അവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അവിടെ നിന്ന് എടുക്കുമ്പോ തന്നെ ഒരു ഇത് കിട്ടണല്ലേ. അതിന്റെ മേലെ ഫോട്ടോ ഒക്കെ എടുക്കുക. അത് നിർത്തിയിട്ടേ അതെങ്ങനെ നമ്മളെ കിട്ടുക? ഈ പഴം തന്നെ ഉണ്ടാ? എന്തുവാ നമ്മള് ജനങ്ങളെ പറ്റിച്ചില്ലേ? ഇത് ശരിക്കില്ല, ഇത് സിമെന്റ് ആണ്. ആരും അറിയില്ലല്ലോ. നമ്മള് സൗണ്ട് കേട്ടല്ലേ അറിയുള്ളൂ. ഏണിയൊക്കെ ഉണ്ട് ബാക്കിൽ കേറിയാലോ? ഏത് ഇപ്പളാ? ആനെ കാണാൻ വേണ്ടി പോവാണ്. ആനേ അങ്ങനെ പകല് കിട്ടൂല. മേലെ കയറാൻ പറ്റുമോ? കോണിണ്ടാ? എന്നാ മേലെ കയറി, മേലെ കയറി. അങ്ങനെ കയറിപ്പോ പറ്റുമോ കുട്ടി? ആന്നേ കയറിക്കോ, പേടിക്കണ്ട, പോയിക്കോ. അഭിനയ കയറിക്കോ. ഇതിമ നെക്കിയത് കിട്ടുമോ ഫോട്ടോ?
അങ്ങോട്ട് പോരെ കഴിഞ്ഞു. മറിയത്തിന് കണ്ടില്ലല്ലോ. മറിയാ ഇങ്ങോട്ടോക്ക്. ഇനി അതിലാ നിൽക്കണേ. സ്ഥലങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തൊട്ടിട്ടാ. ഈ 6 മതിയോ? 1-ലാക്കണ്ട? മണ്ണിലാക്കുമ്പോ ഫോക്കസ് ഇട്ടില്ല. കണ്ടോ ഇത് കണ്ടോ? ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ എപ്പോഴും മനസ്സിലാക്കി. അതൊക്കെ ഞാൻ കുറെ മനസ്സിലാക്കി. എന്നാ പോവാ സെബിയ. ഇപ്പൊ തമാശ കൊന്നില്ല. മൈസൂരിൽ പോയില്ലേ? എന്ത് മെയിൻ റോഡ് കൂടി തന്നെ പോയില്ലേ ബെറ്റർ? അങ്ങനെ വേണ്ടല്ലോ പാർത്തക്കൂടി. അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ലല്ലേ രാത്രി? എന്താ ഇരിക്കാൻ സ്ഥലമില്ല നിങ്ങൾക്ക്? സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്താ ചെറുത്തിറങ്ങിയാ? അങ്ങനെ കിട്ടണം. ഗൾഫിലില്ല അങ്ങനെ. എന്താ മോനും കുട്ടികളും വരുന്നേ പറഞ്ഞ എനിക്കറിയില്ല. മോ വിടുക ഈ പറയണൊക്കെ ഇതിൽ കിട്ടൂട്ടേ സെബിയ. ഞങ്ങൾ സംസാരിക്കും. ആ ഒക്കെ ഇതിൽ കിട്ടുന്നേ. അത് കളഞ്ഞാ മതി. വേണ്ട നിങ്ങൾ അങ്ങനത്തെ കളയാൻ പറ്റില്ല. ആ അങ്ങനെ കളല്ലേ. സംസാരിച്ചു അതൊന്നും കുഴപ്പമില്ല. എങ്ങനെ മാർക്കറ്റിൽ കൂടി കയറി പട്ടി നായ്ക്കളൊക്കെ ഉണ്ടാവും. ആ പശു ഉണ്ടാവും. പശു ചാണകക്കുഴിയൊക്കെ അതൊക്കെ ഉണ്ടാവും. രസമാണ്. അവള് ഇവിടെ നേരത്തെ വന്നത്. പക്ഷെ കാലിന്റെ കൂടി തേങ്ങ ഉരുളണ്. എവിടെ തേങ്ങ എടുത്ത വണ്ടിയില്? 2 തേങ്ങ ഉണ്ടേ. അതെന്താ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ കിട്ടിയ തേങ്ങയിൽ വെച്ചത്. അത് നല്ലതാണോ കേടുവന്നതാണോന്ന് അറിയില്ല. എന്തോ പൊട്ടിയതോ എന്തോ ആണ്. കുഴപ്പമില്ല, പൊട്ടിക്കണ്ടല്ല. അതാ പൂച്ച കിടക്കണോ? അത് ചാക്ക? അതെന്ത് പ്ലാസ്റ്റിക് കവറാണ്. ഏത് മഞ്ഞ മഞ്ഞ മഞ്ഞ. ഏത് മഞ്ഞ? ഈ മഞ്ഞ ടവല്. ഇവിടെ മഞ്ഞ കാണാനില്ല. കണ്ണില്ല, ഇരുട്ടുള്ള ഭാഗത്ത് ഇവിടെ. അതെ, ഐതി കിട്ടില്ലല്ലോ. ഐതിക്ക് വരില്ലേ? ഈ ഗ്ലാസ്സിൽ മാത്രമേ ഡിഫ്രാക്ഷൻ അടിക്കുള്ളൂ. പുതിയ കട സെബിയ? ഇല്ലല്ലേ, കഴിഞ്ഞു പോയി. നാളെ ഉള്ളായിരിക്കും. ഇവിടെയാണ് മീൻ മാർക്കറ്റ് ഇട്ടോ. മീൻ വണ്ടി വന്നില്ല. കണ്ടാ മീൻ വണ്ടി രവി ഫിഷേഴ്സ്. രവി ഫിഷേഴ്സ്. നീ വന്നാണല്ലേ? മാമ നോക്ക്. അത് ശരി. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ? അപ്പൊ ഇതൊന്നും ഓഫാക്ക്. അത് പോകും സെബിയെ. അങ്ങനെ ആക്കിയാലേ അത് മതി. ശരിക്കും നമ്മള് വലിയ ഊട്ടി കൂടി ഒക്കെ പോണമായിട്ടോ. പറയാണ്ട് പറയാണെങ്കിലൊക്കെ ആൾക്കാരെ പാവങ്ങള് അടിപൊളിട്ടോ. പക്ഷെ പകലൊക്കെ ഇവിടെ തിരക്ക് കണ്ടാലേ പക്ഷെ പശുവിനെ കാണാൻ വേണ്ടി ഇത് കൂടി വന്നത്. ആൾക്കാരുണ്ടാവും അല്ലേ? ആ ചെങ്ങായി എന്താ ഡിമ്മിട്ടില്ലാത്തത്? നല്ല ലോട്ടറി കട കേട്ടോ. ആ കഴിഞ്ഞ് നിർത്തി. കുമ്പളം കട്ടിട്ട് നമ്മൾ നിർത്താം. രണ്ട് കൂടി മെയിൻ റോഡ് എത്താനായി. ഡയറി മിൽക്കൊന്നല്ലല്ലോ. എന്നാ പിടിക്കും. വേറൊന്ന് വാങ്ങലും ചെയ്യാം. ഡാഡി ഉണ്ടാവും ഇവിടെ. അബാന്റെ ക്ലബ്ബ് ഇവിടെ എവിടെയോ. അതെ, മേപ്പറമ്പ് വലിയ ക്ലബ്ബ്. എന്താ തണ്ണിമത്തനാണ്? ഞാൻ എന്റെ കെട്ട് കണ്ടപ്പോഴേ ഇതെവിടെ മേപ്പറമ്പ് എത്തിയില്ലേ? എന്ത് സെബിയ? മേപ്പറമ്പ് എത്തി. എവിടെ എണ്ണ അടിക്കണേ? മേപ്പറമ്പ് കേട്ടോ, പാലക്കാട് മേപ്പറമ്പ്.
രാത്രി കുറെ കടകളുണ്ടല്ലേ സബിയ? രാത്രി കുറെ കടകൾ ഇവിടുന്ന് അടിക്കാം. തന്നെയാണ് 24 hours സർവീസ്. ഏതാ പെട്രോൾ ഇതില്? ഇതൊന്നും വർക്കാവൂല. അയ്യോ പെട്രോൾ പമ്പ് നല്ല പെട്രോള് ഇത് പെട്രോളാ? അടുത്ത നമുക്ക് പാവങ്ങളെ 2 മിനിറ്റ് റെസ്റ്റ്. ക്ലബ്ബ് കഴിഞ്ഞ് ബാക്കിലാണത്. ഇതാ ഈ വരുന്നതല്ലേ? അല്ല ഇവിടെ അല്ല, ഇവിടെയാണ്. ഇവിടെ ഒരു ക്ലബ് ഉണ്ട്. ഇവിടെ ഏതാണ് പള്ളി കണ്ടോ? വലിയ പള്ളി തോന്നുന്നുണ്ട് അല്ലേ? നല്ല പൊറാട്ട കിട്ടും ഈ ഹോട്ടലിൽ. അപ്പുറത്ത് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഒരു ഹോട്ടലുണ്ടോ ഇവിടെ? എന്താണ് ഈ റെസ്റ്റോറന്റ്? ഗ്രീൻ സ്റ്റാർ. അത് നല്ല പൊറാട്ട കിട്ടും. പിന്നെ ഇവിടുന്ന് വിട്ടാ പിന്നെ ഇവിടെ നല്ല പൊറാട്ട. അവിടെ എന്താണ് എന്റെ പേര്? ഗൾഫ്. അതിൽ നല്ല പൊറാട്ടയാണ്. കഴിഞ്ഞത് എന്ത് ഏത് ക്ലബ്ബാ? ആ അത് കഴിഞ്ഞ് അതിനുള്ളില്. അതാണല്ലേ പറഞ്ഞേ. ഇവിടുന്നാണ് കാപ്പെടുത്തിട്ട് വരില്ലേ? ഇവിടെ ജസ്റ്റ് ഇതെന്താണ് ഇവിടെ എന്താ സംഭവം? എന്തോ ബെസ്റ്റ് എന്നൊക്കെ പണ്ട്. ഇത് ഭക്ഷണം മോശമാണെങ്കിലും ലൈറ്റ് മേലെ നിക്കണില്ലേ? അല്ല അങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും അല്ലേ? ലൈറ്റ് ഇല്ലാണ്ട് ഓഫാക്കിയോ? എങ്ങനെയുണ്ട്? അവിടെ കൂടി കൊടുത്ത വാച്ച് ക്ലോക്ക് മാമ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് പോയിക്കാ. വലുതാക്കിക്ക. അടിപൊളിയല്ലേ? കൊല്ലത്തൊക്കെ കാണുന്ന നോക്കി. 40 മീറ്റർ ഉണ്ട്. അനുമോളെ അത് കിട്ടും. ഇത് എവിടെയാണ്? മേലെപ്പുറം. ഇത് ഏതാ സ്ഥലം? മേപ്പുറം. അതാ നായ. ഇത് ഹൈലൈറ്റ് എന്തായാലും തലയില് വലുതേക്ക് എടുത്താ അതിർക്ക് മറ്റേ ഫോട്ടോ അതാ അതിന്റെ തലയില് കുടം പറ്റതാണ് മുറിഞ്ഞിക്കണത്. ബാഗ് സിംഹന്ന് പറയട്ടെ നമുക്ക് ഇതില്. ഈ സൈഡിക്ക് വെക്ക് ക്യാമറ. സൈഡ് വെച്ചാ പോകുമ്പോ എടുക്ക്. ഫോട്ടോ എടുത്താ നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ്. നായനെ അടിയിലുണ്ട് നായൻ. മാമ ഒന്ന് ഫ്രണ്ട് പോയി അത് കാണില്ല. ആ വണ്ടിന്റെ ഇതാണ്. അതാ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകണം. എന്താ വീട്ടിൽ പോയിക്കോട്ടെ പാവം. നമുക്കേ എന്താണ് വെക്കല്ലേ? നല്ല മഴ കയറുന്നുണ്ട് അല്ലേ? വൈബ്രേഷൻ ആയിട്ട് ശരിയാ. അതിന്റെ ഫ്രൂട്ട്സ് കടകളൊക്കെ അങ്ങനെ വെച്ചാൽ ഇതെന്താണ്? ഫ്രൂട്ട്സ് അല്ലേ? ഇതിപ്പോ ഏത് സ്ഥലം? എന്താ ബ്ലഡറായി? അതാ മുല്ലക്കില്ല. ഇതെന്താണ് വണ്ടി?
അതിന് മുന്നേ നിർത്തി അങ്ങനെ വീട്ടിൽ എത്തിയാലോ. തന്നെയല്ലേ ഉള്ളൂ. എന്ത് HD എത്രയാണ് ഇങ്ങനെയൊക്കെ വരില്ല. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. എന്നാലും ഇതെന്താ സംഭവം? വണ്ടി പാർക്ക് സെയിലില്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാം. അതന്നെ റെഡിയില്ല സബിയ. എന്തായാലും മോണ്ടറേ ഇവിടെ കൂടി വണ്ടി പോയത് പോകും. എന്താ പറയുക, ലൈറ്റ് ഇട്ടിട്ടില്ല, വേറെ ഒന്നുമല്ല. പാവങ്ങളല്ലേ. ആ നായ നമ്മളെ വീഡിയോ കണ്ടിട്ട് നാളെ പറയണം. നായന്റെ ഫോട്ടോ നമ്മൾ ഈ ലോഡ് ഇങ്ങനെ കാണണ്ടല്ലോ, അതിന് എന്തൊക്കെ എന്താണെന്നറിയോ, ഇത്ര പരിപാടിച്ചിട്ട് ഇങ്ങനെ വരുന്നറിയോ. അടാ വെള്ളത്തുള്ളിമിന്റെ അത് മറ്റാള് പാവം എന്തോ തപ്പാണ്. എല്ലാവരും പോയില്ല. പോയാലോ കല്യാണത്തിന്? തോന്നുന്നുണ്ട്. ഇല്ലല്ല, വഴി ഓപ്പണിങ്. കല്യാണം ഇരിക്കോ? കല്യാണം ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? ഇനി കല്യാണം കഴിഞ്ഞതായിരിക്കോ? അതായിരിക്കും. ഈ ഞായറാഴ്ച ചിലപ്പോ ലേറ്റ് വരാനായിട്ട് സൂപ്പറായിട്ടുണ്ടല്ലേ. ലേറ്റ് സംഭവം തന്നെ അല്ലേ? ഇതേപോലത്തെ ലൈറ്റ് അല്ലേ അത് മറ്റേ തീർത്തോ ഒരു ഫോട്ടോ ഫോട്ടോ. അങ്ങനെ സംവിധാനമൊക്കെ ഉണ്ടല്ലേ. നീ വന്ന നന്നായിട്ടൊന്ന് നായ്ക്കളെ നിൽക്കണൊക്കെ പാവല്ലേ. കൈ കത്ത് പുതിയ കള്ളിക്കാടിലെ സ്ഥലത്തിന് പേര് റണ്ണിങ്ങിലാണല്ലേ. അതെന്ത് കാരണം? സ്ട്രേറ്റ് റോഡ് ആയതുകൊണ്ടോ? പശുവിനെ പോലും കണ്ടില്ല നമ്മളില്ലേ. ഇപ്പൊ രാത്രി പശുവിനെ കാണാൻ പാടില്ല റോഡിലല്ലേ? എവിടെ നടന്നു പോകാൻ കണ്ടിട്ടുണ്ടോ? കിട്ടിയ നമ്മൾ നേരിട്ട് കണ്ടില്ല. അല്ലെങ്കിൽ കാണാൻ റോഡിലേ ചായ കടി കുടിച്ചാണ്ടല്ലോ അടിപൊളിയായി തട്ടുകടയിലില്ലേ സബിയ? അങ്ങനെ ചെയ്യണോ? പക്ഷെ ഉമ്മാക്കേ നല്ല പൈസന്റെ അടുത്തുണ്ട് 50. ഇതെന്ത് എടുത്തോ?
അതാ മറ്റാൾ പോയി. സാധാരണ എന്താ നിക്കണു? ഓക്കെ. ഫോട്ടോ എടുത്തിക്കണോ? തല ഇങ്ങനെ അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഊരിട്ട്. അത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അടി ഇറച്ചി ഇട്ട് കൊടുക്കും. അപ്പൊ അത് കുത്തിട്ടേ എടുക്കുപോയി പാവം. അപ്പൊ അത് തിന്നിട്ട് അത് എത്ര ദിവസം വെള്ളം കുടിക്കാണ്ട് ഞങ്ങളൊക്കെ കൊറേ നോക്കി പിടിക്കാൻ വേണ്ടിട്ട് ചെക്കന്മാര് വലിയ വല കൊടുന്നു. അത് ഓടുമ്പോ പിന്നാലെ ഓടിയിട്ട് പിടിച്ച്. അവിടെ വളർത്തുന്ന നായ? ഏയ് അവിടെ എങ്ങനെയാ നടക്കുന്നത് അങ്ങോട്ട് അതിട്ട് ബസ്സിട്ട് കടന്നു. അപ്പോൾ എന്താണ് കിട്ടുന്നത് അത് എടുത്തിട്ട് ഇട്ടാൽ മതി. ഷോർട്ട് വീഡിയോയിലാണ് കൂടുതൽ വരുന്നില്ലേ? ഷോർട്ട് വീഡിയോ കാരണം 10,000 ആൾക്കാർ കാണും. ഷോർട്ട് വീഡിയോ എല്ലാരും കാണും. ഇത് കാണുന്നില്ല, ലോങ് വീഡിയോ ആരും കാണില്ല. ഷോർട്ട് വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ടേ യാത്രക്കാരെ ഒക്കെ ഇരുന്ന് കാണും. ട്രെയിനില് ബസ്സില് ഉള്ളു. ലോങ് വീഡിയോ എന്താ അറിയോ? അപ്പൊ ആൾക്കാർക്ക് മടുത്തില്ലേ? വലിയ കാട്ടുകൂടി പോണ വഴിയില്ലേ? ഏതോ ഒരു കാട്ടുകൂടി, വിജനമായ കാട്ടുകൂടിയേ എന്നാണ് പറളി പുഴ. നല്ല പഴക്കമുള്ള പുഴയാണ്. അതിന്റെ അപ്പുറത്ത് വേറൊരു പാലുണ്ട്. ഇത് പുതിയ പാലല്ലേ സെബിയ? പഴക്കമുള്ള പുഴ എന്ന് പറഞ്ഞാൽ ലോകം ഉണ്ടായപ്പോഴുള്ള പുഴയായിരിക്കും. ലോകം പിന്നെ അതെല്ലാം പുഴ അങ്ങനെ തന്നെയല്ലേ അല്ലേ? കൽക്കാട്ടി പുഴയാണത്. ഇതോ അവിടെ നമ്മൾ എത്താൻ വഴുകി. അത് അവിടെ ഇങ്ങനെ ഇതാരിങ്ങനെ എന്താക്കി അങ്ങോട്ട് പോയി, അടികൂടി ഇങ്ങോട്ട് പോയി. അതങ്ങനെ പോയത് മറ്റേ വഴിക്ക് പോകാനായി കിട്ടിയിരുന്നു. അത് ശരി. അത് കിട്ടണേ അടിപൊളി രാത്രിയേ. സാരില്ല. ഇത് എവിടെ എന്താ പറഞ്ഞില്ലേ? ഇവിടെ പണ്ടത്തെ ചെക്ക് പോസ്റ്റിന്റെ സ്ഥലമാണ്. പണ്ടേ പറളി ചെക്ക് പോസ്റ്റ്. പറളി ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ വാളയാർ ചെക്ക് പോസ്റ്റ് അതേമാതിരി ഇപ്പൊ അവിടെ അന്ന് വാളയാർ വനം കാടല്ലേ? ശരിക്കും കാടാണ്. ശരിക്കും കാടാണ്. ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ട് പോയാല് മുണ്ടൂരില്ലേ? ഒരാന വലുതേന്നത്ര. പടക്കം കൊണ്ട് എന്തേരുന്നു ഇവിടൊക്കെ പടക്കം പൊട്ടിക്കരുത്. എന്തേരുന്നു ഇവിടൊക്കെ ആൾക്കാര്. ആന വെള്ളത്തിൽ മുങ്ങിയിട്ട് ബദ്രിപ്പാലിന്നേ മറ്റേ പാവ ആള് മരിച്ചുപോയി, പേര് പറയുന്നില്ല. ആള് പറയാം കൊട്ടവഞ്ചിയിൽ അങ്ങോട്ട് പോ, ആ പാറപ്പുറത്തിന്റെ സൈഡിൽ പോയി ഇരിക്കാം നമുക്ക്. എന്നിട്ട് അവിടുന്ന് ആന നമുക്ക് പടക്കം പൊട്ടിക്കാന്ന്. അപ്പൊ എന്താ പറയാ, ഈ പറയുമ്പോഴില്ലേ ആന വെള്ളത്തിൽ കിടക്കുക. ഈ ആന്റെ പുറാണ് ഈ കാണുന്നത്. ഇയാളെന്നിട്ട് പറയണത് ആ പാറപ്പുറത്ത് പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് ആനെ കാണാന്ന്, എവിടെ താന്നിരിക്കണത് എവിടെയെന്ന് അറിയാന്ന്. അതാണ് ഈ വെള്ളം കൊണ്ട് ചീറ്റിച്ച്. നല്ല രസമുള്ള ആനയായിരുന്നു. പിന്നെ ഒരു പിടിയാനി ഒരു കുട്ടി. ഫാമിലിയാ. BS-ന്റെ ഫോട്ടോ ആണല്ലോ ആദരാഞ്ജലികള്. ഞാൻ ഇന്നേ പോയിട്ട് നന്നായി കഴിഞ്ഞു. ഫോക്കസിൽ വരുന്നേ എന്തിനാണ് ഈ ഫോക്കസ്? അതെ, ഫോക്കസിന്റെ ക്ലാരിറ്റി എത്ര സെക്കൻഡ് നിൽക്കും? 10 സെക്കൻഡ് നിൽക്കുക. അങ്ങനെ നിൽക്കുവോ? അതാണ് പോലെ. ഇറങ്ങിയോ ഇത് കിട്ടുമ്പോ എങ്ങനെയുണ്ട് ലൈറ്റ്? ഈ സെറ്റ് ഇങ്ങനെ കിട്ടണ? ഇങ്ങനെ വേണോ? ഇതാ സ്റ്റൈല്?
അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കുറയും. അത് നല്ല അടിപൊളിയായിരുന്നു അല്ലേ പണ്ട്. ഇപ്പൊ ഒന്നും അങ്ങനത്തെ കാണാനേ കിട്ടും. ഏയ് അതൊക്കെ നല്ല രസം സൈക്കിളിലെ ഡൈനാമോ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആയിപ്പോയില്ലേ. അങ്ങനല്ല ഭംഗിക്ക് വേണ്ടിട്ടേ അത്ര വലിയ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അങ്ങനത്തെ ഷൂ പോയി എടുക്കുക അപ്പാന്നൊക്കെ പറഞ്ഞു മറ്റേ ആള്. കല്യാണത്തിനിടാനാ. ഇതാണ് എന്റെ ബാങ്ക്, ബരോഡ ബാങ്ക്, വണ്ടിന്റെ ഈ ബാങ്ക്. പിന്നെ അതാ അവിടെ എന്താ ടീ സ്റ്റാളാ അത് കിട്ടാത്ത അല്ലല്ലേ. എന്താ റെസ്റ്റോറന്റ് ജ്യൂസ് സ്നാക്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ഫോക്കസ് ചെയ്യുന്നോറും ആകെ ക്യാമറ പെട്ടെന്ന് ഈ ലെൻസ് ആകെ പിടിച്ച് ഇന്നെന്താ ചെയ്യാൻ ഇന്നെന്താ കാട്ടണെന്ന് വിചാരിച്ചു. ഇതെന്താണ് KFC എടുത്ത നല്ല ഫോക്കസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിർത്താം. ICC ബാങ്ക് പത്തിരിപ്പാല കേട്ടത്. പത്തിരിപ്പാല എന്താണ് അറേബ്യ ഇല്ലാന്ന് പറയരുത്. 3-4 കൊല്ലേ വന്നിട്ട് ഇവിടെ അറേബ്യൻ കിട്ടുന്നുണ്ടോ അതിന്റെ ഉണ്ടാ ഇവിടുന്ന് ഇപ്പൊ ആൾക്കാരൊന്നും വീട്ടിൽ വെച്ചിണ്ടാക്കും. ഇപ്പൊ ഒന്നുമില്ലടി. ഈ ആലുമരം നോക്ക, ഈ ആലുമരം ഉണ്ട് നോക്ക്. അതിന്റെ വേര് ഇങ്ങനെ ആലുമരം ഇങ്ങനെ വേര് താണവിടെ ഇങ്ങനെ മേലിന് വേര് വന്ന് നേരത്തെ പലകൾ അതിന്റെ വേര് ഇങ്ങനെ പറന്ന് അടി സ്ഥലം വിൽപ്പനയ്ക്ക്. ജില്ലാ സമ്മേളനം എന്നുള്ളതിന്റെ ഉള്ളിലെ റൂം വരി കണ്ടോ 4 സ്ഥലത്ത് വേര് കുട്ടി കൂട്ടിട്ട്. അത് ഈ മുളക് വിപ്ലവ സൂര്യൻ എന്താ നിങ്ങളുടെ പോലത്തെ ആൾക്കാരൊന്നല്ല. അയ്യേ എന്താ ജിമ്മ് വേണ്ട, ജിമ്മ് വേണ്ട. ഇങ്ങനെ പോട്ടെ. ഇവിടുന്ന് ഷാളിലാണ് ഹോസ്പിറ്റല് ഉണ്ട്. ഇനിയിപ്പോ വലിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതാ പൂക്കാട്ടുന്ന റോട്ടിന് കല്യാണ മണ്ഡപങ്ങളുണ്ട്. 3 ഉണ്ട് അല്ലേ, 3-4. പിന്നെ ടൗണുകൾ ഒരു ഇത്ര നേരത്തെ തന്നെ ഒക്കെ ഓഫാക്കി പോയപ്പോഴോ നമ്മള് കുറച്ച് ലേറ്റ് ഉണ്ടാവും വിചാരിച്ച്. നായ്ക്കളെ എടുത്തോ എത്ര കാറ്റ് വേണ്ടി വരില്ല. എന്നിട്ട് അച്ഛനെ അടിച്ചിട്ടേ അച്ഛനാ എപ്പോ വന്നത് അന്നിപ്പോ വെക്കൂലല്ലേ കോമഡി ഒന്നും അന്നത്തൊക്കെ. അപ്പൊ നല്ല ഇതിൽ പറഞ്ഞു ഞാൻ അധികം ഇവിടെ തന്നെയല്ലേ. അതായത് ഇവിടെ അങ്ങനെ കൊറേ വീടുകളുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കൊറേ വീട് പൊന്നോ ആദ്യം ഈ എനിക്ക് ഓർമ്മ ഉണ്ട്. അവിടെ ഇവിടൊക്കെ ഇപ്പൊ ഒരു 10 സ്കൂൾ വന്നതിന്റെ ശേഷമാണ് ഇവിടെ ഇത് ഫുൾ ടൈം ഉണ്ട് പച്ചക്കറി കട അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ടോ ഇവിടെ എപ്പോഴും വിചാരിക്കും. 5 കൈയില്ല മക്കളെ എണ്ണ അടിച്ചതേ കടം വാങ്ങിയിട്ടാണ്. ബക്കറ്റ് പോസ്റ്റ് ഇങ്ങനെ എണ്ണ ഇവിടുത്തെ വീടുകളെ കാണാനില്ല. പാടില്ലെന്ന് നോക്കണം നിയമം കൊണ്ട് ഞാൻ കേട്ട്. പള്ളിപ്പണി തീർത്തില്ലേ ഇങ്ങനെയല്ലേ. ശരിക്കും മണല് കോരന് തുടങ്ങണം, എന്നാലാണ് ആൾക്കാരെ കയ്യിൽ കാശുണ്ടാവുള്ളൂ. ഇവിടെ കല്യാണം ഇവിടെ ഇതാണ് ചായക്കട. എങ്ങനെ പിടിച്ചു നിൽക്കുന്ന അറിയില്ല. ഇപ്പൊ എല്ലാരും എല്ലായിടത്തും ഇങ്ങനെ പോവുക വരിക ചായക്കടയിൽ കയറുക കുടിക്കുക. അതായത് ഹോസ്റ്റലാണ് എല്ലായിടത്തേ.
പൈസ ഇത് ചെലവാക്കാൻ ക്ലിയർ ഉണ്ടോ? പണ്ടൊക്കെ ഹോട്ടലില് വെപ്പുകാരനെ പണ്ടാരി എന്നാ പറയാ. ഇപ്പൊ എന്താ പറയാന്നറിയോ? മാസ്റ്റർ ഷെഫ്. അതെ, മാസ്റ്റർ ഷെഫ് അല്ലേ? അപ്പുറത്തെ വീടുണ്ട്, 3-4 വീടുകളുണ്ട്. മറ്റേ മഹായാനത്തിലേക്കുള്ള മഹായാനത്തില് മമ്മൂട്ടി വരുന്നത്. പക്ഷെ അതോട് ഫ്രണ്ടിന്ന് എടുക്കേണ്ടിയിരുന്നു. ഫ്രണ്ടിന്ന് എടുത്താൽ കിട്ടില്ല. ഇപ്പൊ അങ്ങനത്തെ കിട്ടണില്ല കാണാന്. അങ്ങനെ തന്നെ അതല്ലേ മഹായാനത്തില് മമ്മൂട്ടി വരുന്ന ലോറി ഇതാണ്. ഇവിടെ നമ്മൾ ആൾട്ടാകളില് അല്ലേ? ഈ കട ഇല്ല തായറെ, ഈ കട ആ ഈ കട പണ്ട് പണ്ടേ ഉള്ളതാണ്. ഇവിടെ കണ്ണൻ ദേവൻ ചായന്റെ ഒരു പരസ്യം ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെറുതിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ഷീറ്റും അതും ഇതൊക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്തിക്കണ്. അന്ന് ഈ കട ഫ്രൂട്ട്സാ റംബുട്ടാൻ എപ്പോഴും ഉണ്ടല്ലേ? റംബൂട്ടാനിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ചിരി വരുന്നു. ഇപ്പൊ അരക്കിലോ എന്റെ ദിവസത്തെ കുട്ടികളുടെ വീട്ടിലേക്ക് ഞാനേ പോകുമ്പോഴേ അവരുടെ അതുകൊണ്ട് മരത്തിൽ കൊണ്ട് ഉണ്ടായിട്ട് ഇതെങ്ങനെ തിന്നണ്ടി എന്താണെന്ന് കഴിഞ്ഞ് നമ്മളെ വീഡിയോ. ഇനി പിന്നൊരു അവസരത്തില്ലേ? പിന്നെ ദിവസത്തിൽ ശരി, നോക്കേ. ഗുഡ് നൈറ്റ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു.